ഒരു ഹൊറർ പടം ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. ദാറ്റ് ടു എ റേറ്റഡ് ഹൊറർ പടം. എന്നടാ ആ പണി വെച്ചിരിക്കുക. ഇത്ര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള, ഇത്ര ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു ഹൊറർ പടം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. പറയുന്നത് ഒരു ഇന്ത്യൻ സിനിമയെ പറ്റിയിട്ട് തന്നെയാണ്. ഷെയ്ത്താൻ സിനിമയെ പറ്റിയിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ അജയ് ദേവ്ഗൺ, ജ്യോതിക ചേച്ചി, അതേപോലെ മാധവനൊക്കെ അഭിനയിച്ച അതൊരു റീമേക്ക് ആണ്. വശിന്റെ റീമേക്ക് ആണ്. വശിനെ പറ്റിയിട്ടല്ല നമ്മൾ സംസാരിക്കാൻ വന്നത്. വശ് ലെവൽ 2 അതിന്റെ പാർട്ട് 2 OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. എന്നടാ പണി വെച്ചിരിക്കുക. ഭയങ്കര ഹോണ്ടിങ് ആൻഡ് ഡിസ്റ്റർബിംഗ് ആണ് ഈ സിനിമ. ഞാൻ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് ചില സീനൊക്കെ കണ്ടപ്പോ കാണേണ്ടിയിരുന്നില്ല തോന്നുന്നു. അജാതി ഒരു പ്രാന്ത് പിടിപ്പിക്കുന്ന പടം. ഇതിലത്തെ പെർഫോമൻസ് കിടു, ഇതിന്റെ കൺസെപ്റ്റ് കിടു, സ്ക്രീൻ പ്ലേ കിടു, കിടു പടം. അതായത് ഹൊറർ ത്രില്ലേഴ്സിന്, ഹൊറർ പടത്തിനല്ല, ഹൊറർ ത്രില്ലേഴ്സിന് ഒരു പെർഫെക്റ്റ് ബെഞ്ച് മാർക്കാണ് ഈ പടം എന്ന് വേണമെങ്കിൽ പറയാം. 100 മിനിറ്റിന്റെ പടമാണ്. അനാവശ്യ ഗിമ്മിക്സ് ഇല്ല, പാട്ടില്ല, റൊമാൻസ് ഇല്ല, പേക്കൂത്തില്ല. ഫ്രം ദ ഫസ്റ്റ് സീൻ ടു ദ ലാസ്റ്റ് പടം സീരിയസ് മോഡിൽ അങ്ങോട്ട് കയറി പോവാണ്. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് അത്യാവശ്യം ഫീൽ ഗുഡ് ആ ഒരു രീതിയിലാണ്. അതായത് സ്കൂൾ രാവിലെ സ്കൂളിൽ പോണ തിരക്കും വെപ്രാളും ഇതൊക്കെയാണ്. കുറെ പാരന്റ്സിനെ കാണിക്കുന്നുണ്ട്, കുറെ കുട്ടികളെ കാണിക്കുന്നുണ്ട്, സ്കൂളിൽ വരുന്ന ടീച്ചർമാരെ വെപ്രാളം കാണിക്കുന്നുണ്ട്, ഇവൻ പ്രിൻസിപ്പാളിന്റെ വെപ്രാളം വരെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് രസമുണ്ടല്ലോ എന്നിട്ട് ഇങ്ങനെ കണ്ടിരിക്കുമ്പോ ഇതിന്റെ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്ന ഒരു സീൻ ഉണ്ട്. ഇത്ര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കാർഡ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടില്ല. വേണമെങ്കിൽ മോസ്റ്റ് ഡിസ്റ്റർബിംഗ് ഓർ അല്ല ആൻഡ് ഹോണ്ടിങ് പടം ഓഫ് 25 എന്ന് വേണമെങ്കിൽ പറയാം. അജാതി ഒരു പടമാണ്. എനിക്ക് ആ ടൈറ്റിൽ കാർഡിന്റെ അവിടുത്തെ സീൻ കണ്ടപ്പോ ആകെ